ഇന്നലെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് UDF ചർച്ച ചെയ്തു, എന്നിട്ട് ലീഗ് വേറെ അഭിപ്രായം പറഞ്ഞു, കോൺഗ്രസ് വേറെ അഭിപ്രായം പറഞ്ഞു എന്നൊക്കെയാണ്. അത് 100% കളവാണ്. ഇപ്പൊ വന്ന വാർത്തക്കുള്ള മറുപടിയായി ഇനി ഞങ്ങളെ സബ് കമ്മിറ്റി വന്നതിന് ശേഷം ഗവൺമെന്റ് അത് ആലോചിച്ച് ഫൈനൽ എന്താണ് എന്ന് പറയും. അതായിരിക്കും നിലപാട്. ഇന്നലെ കൺവീനറോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ എങ്ങനെ അത് കൊടുത്തു എന്നുള്ളത്. അല്ല കൺവീനർ ഒരു ചോദ്യം ചോദിച്ചിട്ട് നിങ്ങളത് കൊടുത്താൽ എങ്ങനെയാന്നുള്ളത് ഇപ്പൊ ഞാൻ വിശദീകരിച്ചല്ലോ. എന്നോടൊരു ചോദ്യം ചോദിച്ചിട്ട് വേറെ കൊടുക്കാനുള്ള പണി നോക്കണ്ട. ഇപ്പോഴുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അതായത് ക്യാബിനറ്റ് ഒരു സബ് കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. ആ സബ് കമ്മിറ്റിയെ വെച്ചതിന് ശേഷം കേരള ഗവൺമെന്റ് ഇത് സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റിന് പറയാനുള്ള റിപ്പോർട്ട് പഠിച്ച ശേഷം UDFും പറയും, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും പറയും, ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു അഭിപ്രായം പറയും. ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതി അവർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അതിൻ്റെ പ്രയാസങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും അത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആക്കി നിൽക്കുകയാണ് എന്നുള്ളത്. നിയമസഭയിൽ തന്നെ അവർ പറഞ്ഞതാണ്, ഫണ്ട് കിട്ടാതാവും, അപ്പം ഞങ്ങൾ ഒപ്പിട്ടതാണ്. എന്നാൽ അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഫണ്ട് കിട്ടാതാവുന്നത് കൊണ്ട് ഞങ്ങൾ ഒപ്പിട്ടതാണ്. ഒപ്പിട്ടു എന്നുള്ളത് അവരാണ് ഒപ്പിട്ടത്. ഞാൻ ഇന്ന് ഊരണം എങ്ങനെയാണെന്ന് സബ് കമ്മിറ്റി പറയണം. അതല്ല, കേരളത്തിൽ അവർ പറയുന്ന കണ്ടീഷൻസ് ഒന്നും പാലിക്കാതെ വല്ല മാർഗമുണ്ടോ എന്നുള്ളത് നോക്കണം. ഒരു നിലക്കും അവർ പറഞ്ഞ കണ്ടീഷനൊന്നും പാഠ്യപദ്ധതിയിലോ സ്കൂൾ സെലക്ഷനിലോ കേരളത്തിൽ നടപ്പാവാൻ പോകുന്നില്ല. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ എന്ത് വേണമെന്ന് ഞങ്ങൾ അപ്പം തീരുമാനിക്കും, പറയും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത 101% ഇല്ലാത്തതാണ്.